ഹലോ മക്കൾസ്, അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്ന ഞാൻ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം നമുക്കൊരു ബ്രേക്ക് വന്നു. കാരണം ഞാൻ നിങ്ങളെപ്പോലെ സ്റ്റുഡൻ്റാണ്, കോളേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ക്ലാസ് ഇല്ലാത്ത ടൈമിലാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ക്ലാസ് എനിക്ക് വന്നപ്പോൾ അതവിടെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന 8ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ്, കേരള സിലബസുകാരുടെ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ എന്താ ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ, 3 സൈഡുള്ള ഏതൊരു ഷേപ്പിനെ നമ്മൾ എന്താ പറയുന്നത്, ട്രയാങ്കിൾ എന്ന് പറയും. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിൾ അതായത് ഇപ്പോൾ 4 സെൻറ്റിമീറ്ററുള്ള ട്രയാങ്കിൾ, 5, 7 സെൻറ്റിമീറ്റർ, ഇങ്ങനെ 3 സൈഡുകളുള്ള ഒരു ട്രയാങ്കിൾ വരച്ചു. ഇത് ഞാൻ വരയ്ക്കുന്ന ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വേറൊരു ഷേപ്പിൽ വരയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾ ആ ബേസ് 5 സെൻറ്റിമീറ്റർ വരയ്ക്കാം, ഇവിടെ 4 സെൻറ്റിമീറ്റർ വരയ്ക്കാം, ഇവിടെ 7 സെൻറ്റിമീറ്റർ വരയ്ക്കാം. ഇങ്ങനെ ആയാലും ഇതിൻ്റെ സൈസും ഇതൊക്കെ എന്താണ് സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണോ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് തിയറംസ് പഠിക്കാനുണ്ട്. ആ തിയറത്തിൻ്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങളാണുള്ളത്. അത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആ തിയറം 3 എന്താണെന്ന് പഠിക്കാം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്, if the side of a triangles are equal to the sides of another triangle, then the angles of the triangles are also equal. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു ട്രയാങ്കിൾ വരച്ചു, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ട്രയാങ്കിൾ വരച്ചു, 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ രണ്ടിൻ്റെ സൈഡുകൾ ഈക്വലാണ് അല്ലേ? അപ്പോൾ ഈ സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിലെ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്. ഇഫ് ദ സൈഡ്സ് ഓഫ് ദ 2 ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ദെൻ ദ ആംഗിൾസ് വിൽ ബി ഓൾസോ ഈക്വൽ. അതാണ് ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറത്തിന് ബേസ് ചെയ്തിട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആംഗിളുകൾ, ഇപ്പോൾ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിൾ ഈക്വൽ ആണ്, ഇങ്ങനെ ആംഗിളുകൾ ഈക്വൽ ആണ് നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഒരു ഇത് വരുമ്പോൾ എന്നിട്ട് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ തന്നു. ABC 3 സെൻറ്റിമീറ്റർ AB, 5 സെൻറ്റിമീറ്റർ AC, 6 സെൻറ്റിമീറ്റർ BC. ഇതുപോലെ തന്നെ ഞാൻ PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും തന്നു. 3 സെൻറ്റിമീറ്റർ PR എന്ന് പറയുന്നതും PQ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ RQ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം എന്താണ്, ഇതിൻ്റെ സൈഡുകൾ ഈക്വലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ആംഗിൾ A എന്ന് പറയുന്നത് ഏത് ആംഗിളിനോടായിരിക്കും ഈക്വലായിട്ട് വരുന്നത്, അതുപോലെ തന്നെ ആംഗിൾ C എന്ന് പറയുന്നത് ഏത് ആംഗിളിനോടായിരിക്കും ഈക്വലായിട്ട് വരുന്നത്, അതുപോലെ തന്നെ ആംഗിൾ B എന്ന് പറയുന്നത് ഏത് ആംഗിളിനോട് ഈക്വലായിട്ട് വരും. ആംഗിളുകൾ ഈക്വലാന്ന് പറയും, പക്ഷേ ഏത് ആംഗിളിനോട് ഈക്വലായിരിക്കും നമ്മൾ നോക്കണം. അപ്പോൾ ഈ A എന്ന് പറയുന്നത് ഏത് ആംഗിളിനോടായിരിക്കും ഈക്വലായിട്ട് വരാം. നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. 5, 3, ഈ 5ൻ്റെയും 3ൻ്റെ ഇടയിലാണ് ആംഗിൾ A കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, 5, 3, ഈ 5ൻ്റെയും 3ൻ്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ ഏതാ? 6 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ A എന്ന് പറയുന്നത് ആംഗിൾ 6നോട് ഈക്വലാണ്. ഈ ആംഗിൾ Cയുടെ നോക്കാം. C എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ കിടക്കുന്നത്, 5ൻ്റെയും 6ൻ്റെ ഇടയിൽ കിടക്കുന്നത്. അപ്പോൾ ഈ 5ൻ്റെയും 6ൻ്റെ ഇടയിൽ കിടക്കുന്നതാണ് C. അപ്പോൾ ഇവിടെ നോക്കാം, 5ൻ്റെയും 6ൻ്റെ ഇടയിൽ കിടക്കുന്ന ആര്? Q ആണ്. അപ്പോൾ ഇവിടെ ആംഗിൾ C എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ Q. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് മെത്തേഡിൽ പഠിച്ചാൽ മതി, അല്ലാണ്ട് ഇരുന്നിട്ട് ഏതാണെന്നും നോക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള നമുക്ക് നോക്കാം. അപ്പോൾ ആംഗിൾ Q. ഇനി അത് കഴിഞ്ഞിട്ട് B എന്ന് പറയുന്നത്, B 6ൻ്റെയും 3ൻ്റെയും ഇടയിൽ എടുക്കുന്നതാണ് B എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, 6ൻ്റെയും 3ൻ്റെയും ഇടയിൽ എടുക്കുന്നത്. അപ്പോൾ അത് P. അപ്പോൾ ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ P. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കിട്ടിയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 9 നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഏത് ആംഗിളുകളാണ് ഈക്വൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിയറം എന്താണ്, സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും എന്നാണ് ഫസ്റ്റ് തിയറം. നമുക്ക് സെക്കൻഡ് തിയറം നോക്കാം. അപ്പോൾ സെക്കൻഡ് തിയറം എന്ന് പറയുമ്പോൾ, ഇഫ് ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ് ഓഫ് അനദർ ട്രയാങ്കിൾ. ഇപ്പോൾ സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ then the angle opposite the equal side of his triangles are also equal. ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ട്രയാങ്കിൾ തരാണ്, ABC. ഇപ്പോൾ ഞാനത് പറയുകയാണ് 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ എന്ന് പറയുകയാണ്. ഇതുപോലെ തന്നെ ഞാനൊരു PQR എന്ന് പറയുന്ന ഇത് പറയുകയാണ്, 5 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ,
ഞാനിവിടെ പറയാണ് എ സി എന്ന് പറയുന്ന ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് പി ആർ എന്ന് പറയുന്ന ഈ ഒരു സൈഡിനോട് ഈക്വലാണ്. 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ, അതായത് ഇതിനോട് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ബി. അപ്പോൾ ഈ സൈഡിന് ഈ ഓപ്പോസിറ്റുള്ള ആംഗിൾ ബി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ക്യൂ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. അപ്പോൾ രണ്ട് സൈഡുകൾ ഈക്വലായിട്ട് തന്നു കഴിഞ്ഞാൽ അതിനോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ട്രയാങ്കിളിൽ പറയാം എ ബി എന്ന് പറയുന്നത് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. അത് എന്തിനോട് ഈക്വലാണ്? ആർ ക്യൂ എന്ന് പറയുന്നതിനോട് ഈക്വലാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇതിന് ഓപ്പോസിറ്റ് ഉള്ളത് ആരാണോ അതിൻ്റെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആരാണോ അതിൻ്റെ ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് ഈ ഒരു രണ്ടാമത്തെ തിയറത്തിൽ വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ അടിയിലൊരു ക്വസ്റ്റ്യൻ അല്ല ഒരു ഇത് തന്നിട്ടുണ്ട്. പാരലോഗ്രാം ആണ് എന്ന് പ്രൂവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ തന്നു. രണ്ട് ട്രയാങ്കിൾ ഒന്നിച്ചായിട്ട് വന്നിട്ടുള്ളത് എ ബി സി എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നതും. അപ്പോൾ ഇതിന് 5 സെൻറ്റിമീറ്റർ തന്നു. ഇവിടെ 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പേജ് നമ്പർ 10 തന്നിട്ടുണ്ട്. അപ്പോൾ അടിയിൽ തന്നിട്ടുണ്ട് ഇറ്റ് ഇസ് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? എ സി എന്ന് പറയുന്നത് ആരോട് ഈക്വലാണ്? എ സി ഇസ് ഈക്വൽ ടു ബി ഡി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തരാണ്. പ്രൂവ് ദിസ് ഇസ് എ പാരലലോഗ്രാം. പ്രൂവ് ദിസ് ഈസ് എ പാരലലോഗ്രാം. ഒരു പാരലോഗ്രാമായിട്ട് ഇതിനെ ഇതാക്കാന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതാം? പാരലലോഗ്രാം എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്കറിയാം എ സി എന്ന് പറയുന്നത് ബി ഡിയോട് ഈക്വലാണ്. ഇത് എ സി എന്ന് പറയുന്നത് ബി ഡിയോട് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എ സി ബി ഡിയോട് ഈക്വൽ ആണെങ്കിൽ എ സിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എ സിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് തിയറം 2 പറഞ്ഞിട്ടുണ്ട്. സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഈ ആംഗിളാണ്, അതായത് ആംഗിൾ സി ഡി എ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഈ ഒരു ആംഗിളാണ് എടുക്കുന്നത്. ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നതിനോട് ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളുകൾ ഈക്വലായി. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പാരലോഗ്രാം എങ്ങനെയാണ് ഉണ്ടാവുക. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ പാരലോഗ്രാം ആണ്. ഇത് നോക്കുക, ഈ രണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആംഗിളാണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിളുകൾ ഈക്വലാണ്. അപ്പോൾ അത് ഈ രണ്ട് സൈഡുകൾ പാരലലാണ്. അപ്പോൾ രണ്ട് സൈഡ് പാരലാണെങ്കിൽ പാരലോഗ്രാം ആണ്. അപ്പോൾ ഇങ്ങനൊരു കേസ് അവിടെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പം 2 തിയറം പഠിച്ചു. ഒന്ന് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ തിയറം എന്താ? 2 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്ന് പറയും. ഓക്കെ, ഇനി അതിൻ്റെ എക്സസൈസ് 11 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ എ ബി സി പി ക്യു ആർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതിലേത് ആംഗിൾ ആയിരിക്കും ഈക്വൽ? നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഏതൊക്കെ ആംഗിൾ ആയിരിക്കും? 4 എ 4ൻ്റെ 6ൻ്റെ ഇടയിൽ കിടക്കുന്നത് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 4ൻ്റെ 6 ഇടയിൽ കിടക്കുന്നത് ആംഗിൾ ആർ. പിന്നെ 6ൻ്റെയും 5ൻ്റെയും ഇടയിൽ കിടക്കുന്നത് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 6ൻ്റെയും 5ൻ്റെ ഇടയിൽ കിടക്കുന്നത് ആംഗിൾ പി. പിന്നെ 4ൻ്റെ 5ൻ്റെ ഇടയിൽ കിടക്കുന്നത് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 4ൻ്റെ 5ൻ്റെ ഇടയിൽ ആംഗിൾ ക്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ഇത് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കട്ടോ. കാരണം ഇതേ ഒരു മെത്തേഡ് നോക്കിയാൽ മതി. ആ 2 സൈഡുകളുടെ ഇടയിൽ ഏത് ആംഗിളെ കിടക്കുന്നത് അതിനപ്പുറത്ത് ഈക്വൽ ആയിരിക്കും നമുക്ക് പറയാം. ഇതാണ് ഫസ്റ്റത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക, സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻ ദ ട്രയാങ്കിൾ ബിലോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ ബി സി പി ക്യു ആർ. ഓക്കെ, ഇവിടെ ആംഗിൾ 40 ഡിഗ്രി, ഇവിടെ ആംഗിൾ 60 ഡിഗ്രി. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എ ബി എന്ന് പറയുന്നത്
ക്യു ആറിനോട് ഈക്വലാണ്, ബി സി എന്ന് പറയുന്നത് ആർ പിയോട് ഈക്വലാണ്, സി എ എന്ന് പറയുന്നത് പി ക്യുവിനോട് ഈക്വലാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് ബാക്കിയുള്ള ആംഗിളുകൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് രണ്ടും നോക്കാം. എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ, ബി സി ഇസ് ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്നത് ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു കോമൺ ആയിട്ട് എടുക്കാം. അതായത് ഇതിൻ്റെ രണ്ടിലും കോമൺ ഏതാണ്? ഇതിന് ബി ഇത് കോമൺ ആണ്. അപ്പം ബി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഇതിൽ കോമൺ ഏതാണ്? ആർ. അപ്പം ആംഗിൾ ടി എന്ന് പറയുന്നത് ആംഗിൾ ആറിനോട് ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് കിട്ടി ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അപ്പുറത്ത് കൊടുക്കാം. ബി സി ഇസ് ഈക്വൽ ടു ആർ ടി, പിന്നെ സി എ ഇസ് ഈക്വൽ ടു പി ക്യു. അപ്പോൾ ഇതിൽ കോമൺ സി സി, ഞാൻ സി എടുത്തു. പിന്നെ ഇതുപോലെ തന്നെ ടി പി ഇസ് ഈക്വൽ ടു ആംഗിൾ പി എടുത്തു. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ പിയോട് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇതിലില്ലാത്ത ആളാണ് ക്യൂ അല്ലേ? ക്യൂ എന്ന് പറയുന്നത് എയോട് ഈക്വൽ ആംഗിൾ എയോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് സിമ്പിൾ മെത്തേഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്യുക, എന്നിട്ട് അതായിരിക്കും ആ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് പറയുന്നതും ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി എന്ന് പറയുന്നത് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. ആംഗിൾ എ തന്നിട്ടുണ്ട് 40 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ അത് തന്നിട്ടുണ്ട് 60 ആണ് തന്നത്. പക്ഷേ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് തന്നിട്ടില്ല. ഇപ്പോൾ 2 ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആംഗിൾ എ എന്ന് പറയുമ്പോൾ എത്രയാണ്? 40. ആംഗിൾ ബി എന്ന് പറയുമ്പോൾ 60 പ്ലസ് ആംഗിൾ സി എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 60 പ്ലസ് 100 ഇത് 40 എന്ന് പറയുമ്പോൾ അത് 100 പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി എത്ര കിട്ടും? എത്ര കിട്ടുന്നത്? 180 മൈനസ് 100 വരുമ്പോൾ അത് 80 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറയുന്നത് 80 ഡിഗ്രി. ഇപ്പോൾ ഇങ്ങനെ പ്രൂവ് ചെയ്തു. ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, ഇനി അപ്പം ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇൻ ദ ട്രയാങ്കിൾ ബിലോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പ്യൂട്ട് ദ റിമൈനിങ് ആംഗിൾ ഓഫ് ബോത്ത് ട്രയാങ്കിൾസ്. അതുപോലെ തന്നെയാണ് ഈ മുന്നത്തെ പറഞ്ഞില്ലേ അതേ ഒരു കേസ്. ദറ്റ് ഇസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് എ ബി സി ആൻഡ് പി ക്യു ആർ 60 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. നമുക്ക് തന്നിട്ടുള്ള എന്താണ്? എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ, ബി സി ഇസ് ഈക്വൽ ടു പി ക്യു, സി എ ഇസ് ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ആംഗിൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ നോക്കാം. ഇതിൽ എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ ആൻഡ് ബി സി ഇസ് ഈക്വൽ ടു പി ക്യു. ഇതിൽ നിന്ന് ഞാൻ എന്താ കോമൺ എടുക്കുക? കോമൺ ഏതാ? ബി ആണ് ഇതിൽ കോമൺ എടുക്കും. അപ്പോൾ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ഇതിൽ കോമൺ ഏതാ? ക്യൂ. അപ്പോൾ ആംഗിൾ ക്യൂ ആണത് കിട്ടി. ഇനി അടുത്തത് ഞാൻ അതുപോലെ എടുക്കുകയാണ്. ബി സി ഇസ് ഈക്വൽ ടു പി ക്യൂ, പിന്നെ അടുത്തത് ഏതാ? സി എ ഇസ് ഈക്വൽ ടു ആർ പി. ഇനി ഇതിൽ കോമൺ നോക്കാം. അതായത് സി, ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഇതിൽ കോമൺ ഏതാ? ആംഗിൾ പി എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് കിട്ടി, ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി എന്ന് കിട്ടി. പിന്നെ എന്താ എടുക്കാനുള്ളത്? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസല്ലേ കിട്ടി. അപ്പോൾ നോക്കാം, ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ആറിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 60 ആയിരിക്കും. ഇവിടെ ആംഗിൾ എ 60 ആണ്, ഇത് 60 വന്നിട്ടുണ്ട്. അപ്പോൾ 1 60 1 70. അപ്പം മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 എണ്ണം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 190 ഡിഗ്രിയാണ്. അപ്പോൾ 60 പ്ലസ് 70 പ്ലസ് ആംഗിൾ പി എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 130 പ്ലസ് ആംഗിൾ പി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ ആംഗിൾ പി എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 180 മൈനസ് 180 മൈനസ് 130. അപ്പോൾ 80 വരുമ്പോൾ 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 50 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം വരുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുമ്പോൾ എന്താ? ദാറ്റ് ഇസ് 4ാമത്തെ ചോദ്യം. വൈ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് എ ബി ഡി ആർ ഈക്വൽ ഇൻ ഫിഗർ
എബവ് ഇതിൽ തന്നിട്ടുള്ളതിൽ എന്താണ് ആംഗിളുകൾ സെയിം ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഒരു ഫസ്റ്റ് തിയറം എന്താ എന്നിട്ട് അതിൻ്റെ സൈഡുകൾ ഈക്വലാണ്, ആംഗിളുകൾ ഈക്വൽ ആയിരിക്കുക. തിയറി എഴുതി കഴിഞ്ഞാൽ തന്നെ ആ 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കഴിയും. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഇൻ ദ ട്രയാങ്കിൾ എ ബി സി ഡി ഷോൺ ബിലോ എ ബി എന്ന് പറയുന്നത് ഏതിനോട് ഈക്വലാണ്? എ ഡി ആയിട്ട് തന്നിട്ടുണ്ട്. ബി സി എന്ന് പറയുന്നത് സി ഡിക്ക് ഈക്വൽ ആയിട്ട് തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ. ആംഗിളുകൾ കണ്ടുപിടിക്കാൻ തന്നെയാണ്. എ ഡി സി ബി. ഓക്കെ, അപ്പോൾ ഇത് ആംഗിൾ 30, ഇവിടെ ആംഗിൾ 50 തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് എ ഡിക്ക് ഈക്വലായിട്ട് തന്നിട്ടുണ്ട്. സോ ബി സി എന്ന് പറയുന്നത് സി ഡിക്ക് ഈക്വലായിട്ട് തന്നിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ആംഗിളുകൾ കണ്ടുപിടിക്കാം. നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് എ ഡിക്ക് ഈക്വലായി. ഇത് രണ്ടുമാണ് ഈക്വലായിട്ട് തന്നിട്ടുള്ളത്. എ ബി എന്ന് പറയുന്നത് എ ഡിക്ക് ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. ബി സി എന്ന് പറയുന്നത് ഇതും ഇതിനോട് ഈക്വലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, 2 സൈഡുകൾ ഈക്വലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളുകളും ഈക്വലായിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതാ? 50 ഡിഗ്രി. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ? എ ഡിക്ക് ഓപ്പോസിറ്റ് ഇത്. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇവിടെയും 50 ആയിരിക്കും. കാരണം തിയറം 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും 50 ആയിരിക്കും. പിന്നെ നമുക്ക് വന്നിട്ടുണ്ട് ബി സി ഈസ് ഈക്വൽ ടു സി ഡി. ബി സി സി ഡി ഈക്വലാണ്. അപ്പോൾ ബി സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ നമുക്കറിയില്ല, പക്ഷേ സി ഡിക്ക് ഓപ്പോസിറ്റ് 30 ആണ്. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 30 ആയിരിക്കും. അപ്പോൾ 2ാമത്തെ തിയറം കൊണ്ട് ഇതിൻ്റെ ഉത്തരം കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ ആംഗിളുകളും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സസൈസ് 2 കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പോവാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഇത് പാർട്ട് 1 ആക്കി എടുക്കാം. 3ാമത്തെ തിയറം പിന്നെ എക്സസൈസ് നെക്സ്റ്റ് പാർട്ടിൽ വരാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ എന്താ? 2 തിയറം ഉണ്ട്. എന്താ പറയുക, എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ എല്ലാ ആംഗിളും ഈക്വൽ ആണെന്നിട്ടുള്ള ഒരു തിയറം. പിന്നെ അതുപോലെ തന്നെ സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകളും ഈക്വലാണ്. പിന്നെ അതിൻ്റെ ഫസ്റ്റ് എക്സസൈസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ